വടക്കൻ സിറിയയിൽ വ്യാഴാഴ്ചയുണ്ടായ ഏറ്റുമുട്ടലിൽ 37 പേർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തുർക്കി പിന്തുണയ്ക്കുന്ന ആർമി സേനയും കുർദിഷ് സേനയായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. സിറിയൻ വാർ മോണിറ്ററായ സിറിയൻ ഒബ്സർവേറ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വടക്കൻ സിറിയയിലെ മൻജിബ് ഗ്രാമപ്രദേശങ്ങളിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. 37 പേർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും തുർക്കി പിന്തുണയുള്ള നാഷണൽ ആർമിയിലെ അംഗങ്ങളാണ്. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിലെ 6 പേരും 5 സിവിലിയനുകളും കൊല്ലപ്പെട്ടു. കഴിഞ്ഞ മാസം മുതൽ മൻജിബ് ഗ്രാമപ്രദേശങ്ങളിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഏകദേശം 322 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തുർക്കി അനുകൂല സംഘങ്ങളാണ് മേഖലയിൽ ആദ്യം ആക്രമണങ്ങൾ നടത്തിയത്. സിറിയൻ പ്രസിഡന്റായിരുന്ന ബഷർ അൽ അസദിനെ അട്ടിമറിക്കാൻ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിൽ വിമതപ്പട നീങ്ങിയ അതേ സമയത്ത് തന്നെ തുർക്കി അനുകൂല സംഘങ്ങൾ മേഖലയിൽ ആക്രമണങ്ങൾ ആരംഭിച്ചിരുന്നു. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് അഥവാ SDFന്റെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങളായിരുന്നു മൻജിബ്, താൽ, റിഫാത്ത് എന്നീ നഗരങ്ങൾ. ഈ നഗരങ്ങൾ തുർക്കി അനുകൂല സംഘങ്ങൾ പിടിച്ചെടുത്തിരുന്നു. മൻജിബിലും പരിസര പ്രദേശങ്ങളിലും ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ്. സിറിയയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് അധികാരികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് SDF തലവനായ മസ്ലൂം അബ്ദി. കഴിഞ്ഞ മാസം കുർദിഷ് നേതാക്കളും സിറിയൻ അധികൃതരും നടത്തിയ ചർച്ചയെ തുടർന്നാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന അബ്ദിയുടെ ആവശ്യം. 2011 സിറിയൻ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നത്. ഇതിൽ നിന്നും സർക്കാർ സൈന്യം പിന്മാറിയിരുന്നു. ഇതേ തുടർന്ന് സിറിയയുടെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിലും ഡെയർ എസോർ പ്രവിശ്യയുടെ ഭാഗങ്ങളും SDFന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴുള്ളത്. തുർക്കി സർക്കാർ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച കുർദിഷ് വർക്കേഴ്സ് പാർട്ടിയുടെ ഭാഗമാണ് SDF എന്നാണ് തുർക്കിയുടെ വാദം. ബ്രിട്ടീഷ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ഭീകരർ രാജ്യം വിടുകയോ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ കീഴടങ്ങുകയോ ചെയ്യണമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് ഉർദുഗാൻ ആവശ്യപ്പെട്ടിരുന്നു. ഭീകര ഗ്രൂപ്പുകളോട് യാതൊരു സഹതാപവുമില്ല. രാജ്യത്തെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ ഭീകര പ്രവർത്തനം ഇല്ലായ്മ ചെയ്യാൻ സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഖലയിലെ PKKയുമായുള്ള സംഘർഷങ്ങൾക്ക് അറുതി വരുത്താൻ സമാധാന ശ്രമങ്ങൾക്ക് സർക്കാർ തുടക്കമിട്ടിരുന്നെങ്കിലും അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിർഭാഗ്യവശാൽ അവർ ആക്രമണങ്ങൾ തുടരുകയാണ് ചെയ്തത്. ഈ വഴി ഉപേക്ഷിച്ചില്ലെങ്കിൽ തങ്ങളുടെ സൈന്യവും പോലീസും അവരെ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കും. രാജ്യത്ത് വിഭാഗീയത വളർത്താൻ ആരെയും അനുവദിക്കരുതെന്നും ഉർദുഗാൻ വ്യക്തമാക്കി.